ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TILA-PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 5 AM ക്ലബിന്റെ ഭാഗമായി നമ്മുടെ TILA-PSC നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. 5 മണി രാവിലെ 5 AM വിവിധ ക്ലാസ്സുകളുമായി നിങ്ങളെ സമീപിക്കുകയാണ് അല്ലേ. പുലർച്ചെ പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു 5 AM ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. നോക്കൂ, 5 വേർഡ്സ് 5 AM മാസ്റ്റർ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടുഡേ എന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു സ്ലോഗൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്താണ് 5 AM 5 വേർഡ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി ആണ് സമയം, ശരിയല്ലേ? 5 വാക്കുകൾ. ആരെക്കുറിച്ചുള്ള 5 വാക്കുകൾ? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആയി പറയാൻ പറ്റുന്ന 5 വാക്കുകൾ. ഏതാണ് 5 വാക്കുകൾ എന്ന് പറയാമോ? ഇന്ത്യയുടെ ഭരണഘടനാപരമായ സ്റ്റാറ്റസ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്? ഇന്ത്യ എന്നാൽ എന്താണ് നമുക്കറിയാം. ഇന്ത്യ എന്നാൽ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയം മുറുകെ പിടിക്കുന്ന മഹത്തായ രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഉത്തരം ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്നാണോ ഭാരതം എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ശരിയാണ്. ആർട്ടിക്കിൾ 1 പറയുന്നു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭാരതമാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നു. അത് 5 വാക്കുകളാണ്. അതാണ് 5 വേർഡ്സ് എന്ന് കണ്ടോ. 5 വേർഡ്സ് ഏതൊക്കെയാ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. 5 വാക്കുകൾ. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ്, ശരിയല്ലേ? ഈ 5 വാക്കുകൾ വന്ന കഥയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പറയുക. എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിന ആശംസകൾ. ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, എവിടെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പറയുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഒരു ക്ലൂ തരട്ടെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്നു. We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം this 26th day of November 1949 do hereby adopt, enact and give it to us this constitution എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ആമുഖം നമ്മുടെ എല്ലാ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷയുടെ സിലബസിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗമായി, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന ആമുഖം, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ. നമ്മളൊരു നോവൽ എടുത്താലും ഒരു പുസ്തകം എടുത്താലും അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എടുത്താലും ഏതിനാണെങ്കിലും ഒരു ആമുഖം ഉണ്ടായിരിക്കും, ശരിയല്ലേ? പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ല ആമുഖം. എന്താണ് ആമുഖത്തിൽ പറയുക? ആ പാഠഭാഗത്ത് അല്ലെങ്കിൽ ആ നോവലിൽ, ആ വർക്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു സാരാംശമായിരിക്കും പ്രിഫേസ് അല്ലെങ്കിൽ ആമുഖം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിനും ഇതേ സ്വഭാവം തന്നെ. നമ്മുടെ ഭരണഘടനയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ, അന്തസത്ത, അതിൻ്റെ ആത്മാവ്, ഇതൊക്കെ ഉൾപ്പെട്ട ഒരു സംക്ഷിപ്ത രൂപം, ഒരു ചുരുങ്ങിയ രൂപം, അതാണ് നമ്മുടെ ആമുഖം എന്നറിയപ്പെടുക. ലോകത്ത് തന്നെ ആദ്യമായി ആമുഖം എന്ന ആശയം മുന്നോട്ട് വച്ച രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്ത രാജ്യം ചോദിച്ചാൽ ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ഈ പ്രിയാമ്പിൾ എന്ന വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയാമ്പിൾ, ആമുഖം, പ്രിയാമ്പിൾ, അല്ലേ? ഈ പ്രിയാമ്പിൾ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഒറിജിനായ ഒരു വാക്കാണോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ഇംഗ്ലീഷിൽ ഒറിജിനായ വാക്കാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. മറ്റേതോ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് പ്രിയാമ്പിൾ. ഏത് ഭാഷയാണെന്ന് പറയാമോ? ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച്, സ്പാനിഷ്. 4 ഓപ്ഷൻ. ഏതാണ്? ലാറ്റിൻ പദമായ പ്രിയാമ്പിളസ് എന്ന വാക്കാണ്. നോക്കുക, പ്രിയാമ്പിൾ, ആമുഖം. പ്രിയാമ്പിൾ ഏതു ഭാഷ? ഉത്തരം ലാറ്റിൻ ഭാഷ. കിട്ടിയേ? പഠിച്ചേ? ഏത് വാക്കാണ് ലാറ്റിൻ ഭാഷയിലെ? പ്രിയാമ്പിളസ് എന്നാണ് വാക്ക്. പ്രിയാമ്പിളസ് എന്ന വാക്കിന്റെ അർത്ഥം വാക്കിംഗ് ബിഫോർ എന്നാണ്. മുന്നേ നടക്കുക. എന്തിന്റെ മുന്നേ നടക്കുക? ഭരണഘടനയുടെ മുന്നേ നടക്കുക എന്നർത്ഥമാണ് പ്രിയാമ്പിളസ്. കണ്ടോ?
അപ്പൊ പ്രിയാംബുലസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഏത് വാക്ക് വന്നത്? പ്രിയാംബിൾ എന്ന വാക്ക് വന്നത്. പ്രിയാംബുലസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം വാക്കിംഗ് ബിഫോർ എന്നാണ് അർത്ഥം, മുൻപേ നടക്കുക. നോക്കൂ, പ്രിയാംബിൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം അമേരിക്ക, ഇന്ത്യ കടമെടുത്ത രാജ്യം ഏത് തന്നെയാണ്? അമേരിക്ക, നമുക്കറിയാം. അങ്ങനെ ചോദിക്കട്ടെ, നമ്മുടെ ഈ പ്രിയാംബിൾ അല്ലെങ്കിൽ ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുമായി സാമ്യമുള്ളതാണ്? അപ്പൊ പ്രിയാംബിൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയാണ്. എന്നാൽ പ്രിയാംബിളിന്റെ ശൈലി, ഇപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഒരു ശൈലി ഇല്ലേ? അങ്ങ് വടക്ക്, കേരളത്തിന്റെ വടക്ക് കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ സംസാരിക്കുന്ന ശൈലിയാണോ ഇങ്ങ് തെക്കേ തിരുവനന്തപുരത്ത്? ആണോ? അതുപോലെ അതേ ഭാഷയാണോ കോട്ടയത്ത്? അല്ല. അപ്പൊ ശൈലികൾ സംസാരത്തിൽ ഉള്ളതുപോലെ പ്രിയാംബിളിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ ഭാഷ, അതിന്റെ ശൈലി, പറഞ്ഞു വരുന്ന ഒഴുക്കം, ഇതിലൊക്കെ തന്നെ ഏത് രാജ്യത്തിന്റെ ശൈലിയോടാണ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓസ്ട്രേലിയ. അപ്പൊ പ്രിയാംബിളും ഓസ്ട്രേലിയയും തമ്മിൽ കൂടി ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താ ചോദ്യം? പ്രിയാംബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ശൈലി ഏത് രാജ്യത്തോടാണ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ചോദിച്ചാൽ ഓസ്ട്രേലിയ. മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ആമുഖത്തിന്റെ അടിസ്ഥാന ആശയം അമേരിക്കയിൽ നിന്നാണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി, ലാംഗ്വേജ്, ഘടന, ഇതെല്ലാം ഏതാണ്? ഓസ്ട്രേലിയൻ ഭരണഘടനയോടാണ് ഏറ്റവും കൂടുതൽ സാമ്യം പുലർത്തുന്നത് എന്ന കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി നമുക്കെല്ലാം അറിയാം, പ്രിയാംബിൾ ആരംഭിക്കുന്ന വാചകം ഇത് PSC ചോദിച്ച് മടുത്തതാണ്. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മനസ്സിലാവുന്നുണ്ടോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതീയർ അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന നമ്മുടെ ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം ആദ്യമായി പ്രിയാംബിൾ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാലും അമേരിക്ക. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം അമേരിക്ക. ഓക്കെ ആണല്ലോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിക്കുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട രേഖയാണ് UN ചാർട്ടർ ആണ്. ഓർത്തിരിക്കണം, UN ചാർട്ടർ. അപ്പോ ഓർത്തിരിക്കണം, മറക്കരുത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയും ആരംഭിക്കുന്ന ഏത് വാചകത്തിൽ നിന്നാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്നാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട രേഖ അല്ലേ ചോദിച്ചാൽ UN ചാർട്ടർ. UN ചാർട്ടറും ഏത് പേരിലാണ്? വി ദ പീപ്പിൾ ഓഫ് എന്ന അല്ലെങ്കിൽ വി ദ പീപ്പിൾ എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ. ഓക്കെ, റൈറ്റ്. പ്രിയാംബിൾ നമുക്കറിയാം ആകെ എത്ര വാക്കുകളാണ്? പ്രിയാംബിളിൽ എത്ര വാക്കുകളുണ്ട് അറിഞ്ഞിരിക്കണം. എത്രയാണ്? 73 വാക്കുകളാണ് പ്രിയാംബിളിലുള്ളത് അല്ലേ? സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നിങ്ങനെ 5 വാക്കുകൾ പോലെ പ്രിയാംബിളിൽ ആകെ എണ്ണി നോക്കിയാൽ എത്ര വാക്കുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 73 വാക്കുകളാണ് പ്രിയാംബിളിൽ ഉള്ളത്. പ്രിയാംബിളിനെ നമുക്ക് എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കാം ചോദിച്ചാൽ 4 ഭാഗങ്ങളാണ്. പ്രിയാംബിളിനെ 4 പാർട്ടായി തിരിക്കാം. ഒന്നാമത്തെ ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. ഇതാണ് നമ്മൾ പറഞ്ഞത് 5 വാക്കുകളാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ്. പറഞ്ഞ് ഏതൊക്കെയെന്ന് പറഞ്ഞേ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. മലയാളം പറഞ്ഞേ? പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇതാണ് നമ്മുടെ പ്രിയാംബിൾ. രണ്ടെന്തോ? ഐഡിയൽസ് ടു ബി അച്ചീവ്ഡ് ആൻഡ് ടു ബി സെക്യൂർഡ്. നാം കൈവരിക്കേണ്ടതും അതുപോലെ തന്നെ കൈവരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ, നേടിയെടുക്കേണ്ട ആശയങ്ങളെ പറ്റി പറയുന്നു. ഭാഗം 2. ഭാഗം 3 ഡേറ്റ്. നമ്മുടെ ഭരണഘടന ഏറ്റെടുത്ത ഡേറ്റ് നമുക്കറിയാം. ദി ഓൺലി ഡേറ്റ് വിച്ച് മെൻഷൻഡ് ഇൻ ദ പ്രിയാംബിൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക ഡേറ്റ് 949 നവംബർ 26. 49 നവംബർ 26 ആണ് ഓർത്തിരിക്കണം ഏറ്റെടുത്ത ഡേറ്റ്. അതുപോലെ ഭാഗം 4 സോഴ്സ് ഓഫ് അതോറിറ്റി അല്ലേ? നമുക്കറിയാം സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആമുഖത്തിൽ പറയുന്നു പരമാധികാരം, സോവർണിറ്റി വെസ്റ്റഡ് വിത്ത്, പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ എന്ന് ചോദിച്ചാൽ ജനങ്ങളിലാണ്. ആ അധികാരം സോഴ്സ് ഓഫ് അതോറിറ്റി പറയുന്ന വാചകം വി ദ പീപ്പിൾ എന്ന വാചകം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മനസ്സിലാവുന്നുണ്ടോ?
ഈ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഭരണഘടനയെ ആമുഖത്തെ തരംതിരിക്കുക. അപ്പൊ ആമുഖത്തെ 4 പാർട്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആണ്. രണ്ടാമത്തെ ഭാഗം ഐഡിയൽസ് ടു ബി അച്ചീവ്ഡ് ആൻഡ് ടു ബി സെക്യൂർഡ് ആണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം ഡേറ്റ് ആണ്, അല്ലെ? ഡേറ്റ് ഓഫ് പിന്നീട് എന്താ പറയുക, അഡോപ്ഷൻ, അല്ലെ? ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റ് 49 നവംബർ 26. നാലാമത്തെ പാർട്ട് എന്നറിയപ്പെടുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി ആണ്. സോഴ്സ് ഓഫ് അതോറിറ്റി, ദാറ്റ് ഈസ് വി ദ പീപ്പിൾ എന്ന ആശയം. അപ്പൊ ഇത്രയും പറഞ്ഞ മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഭരണഘടനയുടെ ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? കമന്റ് ചെയ്യാമോ? ഭരണഘടന ആമുഖം എന്ന ആശയം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ BN റാവു, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി MN റോയ്, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. 4 ഓപ്ഷനുകളാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര് ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ആരാണെന്ന് പറയാമോ? ആളുടെ പേര് മറന്നു പോരും. എന്താണ് പേര്? BN റാവു എന്നാണ് പേര്. എന്ത് റാവു ആണ്? BN റാവു. മറന്നു പോരുത്. ആരാണ് BN റാവു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേഷ്ടാവ് എല്ലാം ആയിരുന്ന വ്യക്തിയാണ്. ആര്? BN റാവു. BN റാവു ആണ് ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. എന്നാൽ ഭരണഘടനാ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ചോദിച്ചാൽ നമുക്കറിയാം. ഡോക്ടർ BR അംബേദ്കർ ആണോ ജവഹർലാൽ നെഹ്റു ആണോ? 2 ഓപ്ഷനുകൾ. ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് നമ്മുടെ ആമുഖത്തിന്റെ ശില്പി. എന്തുകൊണ്ടാണ് നെഹ്റുവിനെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? എന്തുകൊണ്ടാണ് നെഹ്റുവിനെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയമുണ്ട്, ലക്ഷ്യപ്രമേയം. എന്ത് പ്രമേയമാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ എന്തായിട്ട് മാറിയത്? ആമുഖമായി മാറിയത്. കണ്ടോ? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു. ആമുഖത്തിന്റെ ആദ്യ രൂപത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. എന്നാൽ നമുക്കറിയാം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് BN റാവു ആണ് എന്ന പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്. കണ്ടോ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഓർത്തിരിക്കണം, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് അറിയാവുന്നതാണ്, 46 ഡിസംബർ 13. 46 ഡിസംബർ 13. ലക്ഷ്യപ്രമേയം എല്ലാവർക്കും നന്നായി ബോധിച്ചു. മനോഹരമായിരിക്കുന്നു ലക്ഷ്യപ്രമേയം. ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാത്തരം ലക്ഷ്യങ്ങളും അതിനകത്തുണ്ട്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരേ ഒരു അംഗം മാത്രം എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് റോങ്, ഇലീഗൽ, പ്രീമച്ചർ, ഡിസാസ്റ്റർസ് ആൻഡ് ഡേഞ്ചറസ്. എന്താ പറഞ്ഞത്? തെറ്റ്, നിയമവിരുദ്ധം, അപക്വം, ദുരന്തപൂർണം, അപകടകരം എന്നിങ്ങനെ വിളിച്ച ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, പ്രീവിയസ് ചോദ്യമാണ്, 2 തവണ PSC ചോദിച്ചതാണ്. ആരാണ്? അദ്ദേഹത്തിന്റെ പേര് മുകുന്ദ് റാം റാവു ജയ്ക്കർ എന്നാണ്. കണ്ടോ? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമവിരുദ്ധവും അപക്വവും ദുരന്തപൂർണവും അപകടകരവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സമിതി അംഗത്തിന്റെ പേരാണ് MR ജയകർ അഥവാ മുകുന്ദ് റാം റാവു ജയ്ക്കർ. മുകുന്ദ് റാം റാവു ജയ്ക്കർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? BN റാവു. എന്നാൽ ഭരണഘടനാ ആമുഖത്തിന്റെ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചത്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം, അല്ലേ? പ്രിയാമ്പിൾ പ്രകാരം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ വാചകം അല്ലേ? 5 words in 5 AM നമ്മൾ പറഞ്ഞില്ലേ? 5 വാക്കുകളാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആമുഖത്തിൽ പറയുന്നത്. ഏതൊക്കെയാ? സോവറിൻ, മലയാളം പരമാധികാരം, സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വ, സെക്കുലാർ എന്ന് പറയുമ്പോൾ മതേതരത്വ, ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ജനാധിപത്യ, റിപ്പബ്ലിക്കിന്റെ മലയാളം റിപ്പബ്ലിക് എന്ന് തന്നെയാണ് പറയുക. റിപ്പബ്ലിക് ഉണ്ടോ? ഈ 5 വാക്കുകൾ പഠിച്ചു വെക്കണേ. ഇത് ഓർഡർ തെറ്റിച്ച് റീഅറേഞ്ച് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ഇന്ത്യയുടെ ഭരണഘടനാ സ്റ്റാറ്റസ് റീ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിലാക്കാനും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മറന്നുപോകരുത്, സോവറിൻ, ആദ്യം സോവറിനാണ്, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. മലയാളം പരമാധികാര, സ്ഥിതി, സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്, മറന്നു പോകരുത്. ഇനി 950 ജനുവരി 26 പ്രകാരം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്? ഭരണഘടന നിലവിൽ വന്നത് 950 ജനുവരി 26 ആണ്. ജനുവരി 26 പ്രകാരം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ചോദിച്ചാൽ സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, 3 വാക്കുകളേ ഉള്ളൂ. സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കെല്ലാം അറിയാം, ഭരണഘടനയിൽ ഭേദഗതി ചെയ്ത ഒരേ ഒരു അമെന്റ്മെന്റ് ഏതാണ്? 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതിയുടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഒന്ന് സോഷ്യലിസ്റ്റ്, കണ്ടോ, മറ്റൊരു വാചകമാണ് സെക്കുലാർ, മൂന്നാമത്തെ വാചകം ഇന്റഗ്രിറ്റി. ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസിലല്ല പറയുക, അവസാനത്തെ ഭാഗത്താണ് ഇന്റഗ്രിറ്റി, അഖണ്ഡത, ഇന്റഗ്രിറ്റി. ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയാണ്. അപ്പൊ ശരിക്കും ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്ന 2 വാക്കുകൾ ഏതല്ല? ഏത് പറയും? സോഷ്യലിസ്റ്റ് എന്ന വാക്കില്ലായിരുന്നു, സെക്കുലാർ എന്ന വാക്കും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നത് 3 വാക്കുകൾ അല്ല, ഏതൊക്കെയാ? സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അതുകൊണ്ടാണ് ചോദ്യം കണ്ടോ, 950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ, ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്ത്? ഉത്തരം സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇത്രയേ ഉള്ളൂ, സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഈ 2 ആശയങ്ങൾ കൂട്ടിച്ചേർത്തു. എത്രാമത്തെ ഭേദഗതി? 1976 42ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിൽ ഈ 2 വാക്കുകൾ ഏതൊക്കെയാ? സോഷ്യലിസം, സെക്കുലാറിസം കൂട്ടിച്ചേർത്തു. ഒപ്പം പ്രിയാമ്പിളിന്റെ അവസാന ഭാഗത്ത് ഇന്റഗ്രിറ്റി എന്നൊരു വാക്ക്, അഖണ്ഡത എന്ന് മലയാളം പറയാം, ഇന്റഗ്രിറ്റി എന്ന വാക്കുകൂടി കൂട്ടിച്ചേർത്തു എന്ന് നമ്മളവിടെ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ലക്ഷ്യപ്രമേയം എന്നാണ് നമ്മുടെ ആമുഖമായി അംഗീകരിച്ചത്? ലക്ഷ്യപ്രമേയം നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ഡേറ്റ് ചോദിക്കാം, 47 ജനുവരി മാസം 22. കണ്ടോ, 947 ജനുവരി 22 ആമുഖം എന്ത് ചെയ്യപ്പെട്ടത്? അംഗീകരിക്കപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യപ്രമേയം അംഗീകരിക്കപ്പെട്ടത്. ആരംഭിക്കുന്ന വാചകം നമ്മൾ പറഞ്ഞല്ലോ, നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രിയാമ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും സ്കൂൾ അസംബ്ലികളിൽ, ഇപ്പൊ സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ തന്നെ പ്രിയാമ്പിൾ ഉണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? സ്കൂൾ അസംബ്ലികളിൽ പ്രിയാമ്പിൾ ആമുഖം വായിക്കുന്ന നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേട്ടോ, സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കൂടാതെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി, അല്ലേ? എന്നാൽ നമ്മുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്നതിന് പകരം ദൈവനാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോട് ആരംഭിക്കണം. പല രാജ്യങ്ങളും അങ്ങനെയാണ്, ശരിയല്ലേ? ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി, ഇൻ ദ നെയിം ഓഫ് ജീസസ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്, മതേതര രാജ്യമാണ്, ശരിയല്ലേ? ഇവിടെ ഏതെങ്കിലും മതത്തിനോ ദൈവത്തിനോ പ്രത്യേക പ്രാധാന്യം കൂടുതലോ പ്രാധാന്യം കുറവോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതായത് ദൈവനാമത്തിൽ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാനപ്പെട്ട അംഗം HV കാമത്ത് എന്നാണ് പേര്. HV കാമത്ത്. കണ്ടോ, ദൈവനാമത്തിൽ എന്ന വരികളോടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് HV കാമത്ത്. HV കാമത്ത് എന്ന് ഓർത്തിരിക്കണം, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആമുഖത്തിനെ 4 തിരിക്കുമ്പോൾ 3ാമത്തെ ഭാഗത്തിൽ പറയുന്നു. ഏതാണ്? 949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്ന, ഭരണഘടന ആദ്യമായി അംഗീകരിച്ച ഡേറ്റ് ആണ് 49 നവംബർ 26. ഇതിന്റെ ഓർമ്മയ്ക്കായി നവംബർ 26 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു പറയാമോ? എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനം. ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം ചോദിച്ചാൽ ഏതാണ്? നവംബർ 26. മനസ്സിലാവുന്നുണ്ടല്ലോ? ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അല്ലെ?
ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രധാന ലക്ഷ്യം, ആമുഖത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സായി പറയാൻ പറ്റുന്ന ഒന്നാമത്തെ ആശയമാണ് നീതി. 2 സ്വാതന്ത്ര്യം ഉണ്ടോ, 3 സമത്വം, 4 സാഹോദര്യം. 4 ആശയങ്ങൾ. അപ്പോ ആമുഖം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളായി പറയുന്ന ആശയങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ ഒന്നാമത് നമുക്ക് നിർബന്ധമായി പറയാം നീതിയാണ്, ജസ്റ്റിസ് ആണ്. 2 സ്വാതന്ത്ര്യമാണ്, ലിബർട്ടിയാണ്. 3 ഇക്വാളിറ്റി, സമത്വം, ആൻഡ് ഫെർട്ടേണിറ്റി, സാഹോദര്യം. ഇത്രയും 4 ആശയങ്ങളാണ്. മറന്നു പോകരുത്. നീതി പറഞ്ഞേ, നീതി, പിന്നെ സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് സാഹോദര്യം. ഈ 4 ആശയങ്ങളാണ് ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ. ചോദിക്കാം, മനസ്സിലാവുന്നുണ്ടോ? ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശ വ്യക്തി ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ BR അംബേദ്കർ. ആമുഖത്തിൽ സാഹോദര്യം, ഫെർട്ടേണിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി വെച്ച് കഴിഞ്ഞാൽ ആരാണ്? BR അംബേദ്കർ ആണെന്ന് ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആമുഖത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് മാർഗങ്ങൾ എന്ന് ചോദിച്ചാൽ 1 മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ആൻഡ് മൗലിക കർത്തവ്യങ്ങൾ. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളാണ്. അവസാനം സാഹോദര്യം എന്ന വാക്ക്, ഫെർട്ടേണിറ്റി, സാഹോദര്യം കൂട്ടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കറിന്റെ നിർദ്ദേശപ്രകാരം. ശരിയല്ലേ? ഈ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? 1 മൗലിക അവകാശങ്ങൾ, 2 മാർഗനിർദ്ദേശക തത്വങ്ങൾ, 3 മൗലിക കടമകൾ അഥവാ കർത്തവ്യങ്ങൾ എന്നിവയിലൂടെയാണെന്ന് ഓർത്തിരിക്കണം. ആമുഖമനുസരിച്ച് ഇന്ത്യ 5 വാക്കുകൾ പറഞ്ഞതാണ്. ഏതാണ്? പരമാധികാര, മതേതരത്വ, പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ ഇന്ത്യ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആമുഖത്തിലെ ഭേദഗതിയെ പറ്റിയാണ് നമ്മൾ പറയുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 42ാം ഭേദഗതിയാണ്. നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ശരിയല്ലേ? ലഘു ഭരണഘടന എന്നറിയപ്പെട്ട ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിൽ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭേദഗതി 1976 അറിയാം. ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭരണഘടനയാണ് 42ാം ഭേദഗതി എന്നൊക്കെ നമുക്കറിയാം. പ്രധാനമായിട്ടും 42ാം അമെൻമെന്റിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ 1 നമുക്കറിയാം, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ്? അതല്ലേ പറഞ്ഞത്? 950 ജനുവരി 26 പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനാ സ്റ്റാറ്റസ് എന്താണെന്ന്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. അതിന്റെ എന്തൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തു? സോഷ്യലിസ്റ്റ്, അതുപോലെ മതേതരത്വം, സെക്കുലർ എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തു. കണ്ടോ? അത് മാറ്റി പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആക്കിയത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന കാര്യം നമുക്കറിയാം. അതുപോലെയാണ് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം, അല്ലെ, യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നായിരുന്നു 950 ജനുവരി 26 യൂണിറ്റി ഓഫ് ദ നേഷൻ. അതിന് പകരം യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്നാക്കി മാറ്റി. ഉണ്ടോ? അപ്പോൾ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയതും 42ാം ഭേദഗതി. 42ാം ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ചോദിച്ചിട്ടുണ്ട്? ബക്രുദ്ദീൻ അലി അഹമ്മദ്. ഏത് വർഷമാണ്? 1976 42ാം ഭേദഗതി. 42ാം ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ആരാണത്. അത് ബക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് എന്ന കാര്യവും നമുക്കവിടെ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 42ാം അമെൻമെന്റിലൂടെ കൂട്ടിച്ചേർത്ത 3 വാക്കുകൾ: 1 സോഷ്യലിസം അഥവാ സ്ഥിതിസമത്വം, 2 സെക്കുലാറിസം അല്ലെങ്കിൽ മതേതരത്വം, 3 ഇന്റഗ്രിറ്റി അഥവാ അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. മനസ്സിൽ ഓർത്തിരിക്കുമല്ലോ. ഇനി പ്രധാനപ്പെട്ട ചില കേസുകൾ പറയുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കേസാണ് ബേറുബാരി, പിന്നെ കേശവാനന്ദ ഭാരതി. ബേറുബാരി പഠിക്കുന്നില്ലേ? പ്രിയാമ്പിൾ പഠിക്കും. എന്താണ് പ്രത്യേകത? ബേറുബാരി കേസിൽ പറഞ്ഞ കമന്റ് എന്താണ്? ആമുഖം ഭരണഘടനയുടെ ബാക്കി പറഞ്ഞേ ഭാഗമാണെന്നാണോ അല്ലെന്നാണോ? ഭാഗം അല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, പല മെറ്റീരിയലിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ തെറ്റായിട്ട് പഠിച്ചു വെക്കാറുണ്ട്. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് ബേറുബാരി കേസിൽ പറഞ്ഞിട്ടില്ല. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്നോ ഭരണഘടനയിൽ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ വാചകം ഇത്രയേ ഉള്ളൂ: ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഒരു അനിവാര്യ ഘടകമല്ല, പിന്നെയോ അവിഭാജ്യ ഘടകമൊന്നും അല്ല പ്രിയാമ്പിൾ എന്ന് മാത്രമേ
ഏതിൽ പറഞ്ഞിട്ടുള്ളൂ? ബേറുബാരി കേസ് 1960 പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം നമ്മളവിടെ ഓർത്തിരിക്കണം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു അവിഭാജ്യ ഘടകമല്ല. അവിഭാജ്യ ഘടകവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും രണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ദാഹിച്ച് തൊണ്ട വരണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഓപ്ഷൻ എ വെള്ളം, ഓപ്ഷൻ ബി പെപ്സി. ഏതാണ്? ഒരാൾ വെള്ളം കൊണ്ട് വേണ്ട, ഞാൻ പെപ്സിയെ കുടിക്കൂ എന്ന് പറയാം. പെപ്സി ഒരു അനിവാര്യ ഘടകമല്ല, വെള്ളം പക്ഷേ ഒരു ഇന്റഗ്രൽ ഫാക്റ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു അവിഭാജ്യ ഘടകമൊന്നും അല്ല പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ കേസാണ് ബേറുബാരി കേസ്. പക്ഷേ ആ പ്രസ്താവന തന്നെ തെറ്റാണ്. അതിനെ തിരുത്തിക്കൊണ്ട് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന കേസിൽ ഈ വിധി തിരുത്തിക്കൊണ്ട് യെസ് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്, അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് പറയുക, നോക്കുക, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല. കണ്ടോ, വാക്ക് കണ്ടോ, അവിഭാജ്യ ഘടകമല്ല, ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബേറുബാരി 960. ബേറുബാരി 960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസ് 970. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 പോയിന്റുകളാണ്. ഒന്ന്, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് പ്രൂഫ് ചെയ്തു, അല്ലെങ്കിൽ തെളിയിച്ചു, അല്ലെങ്കിൽ തിരുത്തി കുറിച്ചു. രണ്ടാമത്തെ പ്രത്യേകത, അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട്, നോക്കണേ, അനുച്ഛേദം 368 പ്രകാരം, ആർട്ടിക്കിൾ 368 എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുകയാണ്. ഈ 368 പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിലെ മാറ്റം വരുത്താം, പക്ഷേ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അതായത് ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് ഓർ സസ്പെൻഡഡ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് എനി അതർ പാർട്ട് എന്നാണ് സുപ്രീം കോടതി കൃത്യമായിട്ട്. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ, അതിനെ ലംഘിച്ചുകൊണ്ടോ മാറ്റിക്കൊണ്ടോ ഒരു മാറ്റവും 368 പ്രകാരം ആമുഖത്തിൽ നിന്നല്ല ഒരിടത്തും വരുത്താൻ പാടില്ല എന്നുകൂടി പറഞ്ഞ ഒരു കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ്. ഇതിനെ ഞാൻ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ പോസിറ്റീവായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുക. എന്താ പറയുക? അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 പ്രകാരം അതിൽ ഭേദഗതി വരുത്താമെന്ന്, ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് കേശവാനന്ദ ഭാരതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ബേറുബാരി കേസും കേശവാനന്ദ ഭാരതി കേസും അല്ലാത്ത 2 കേസുകൾ കൂടി ആമുഖവുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊന്ന് LIC വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മറ്റൊന്ന് ആദം പ്രകാശ് കേസ്. 2 കേസ് കൂടി എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ബേറുബാരിയും കേശവാനന്ദ ഭാരതി കൺഫ്യൂഷൻ ഇല്ലല്ലോ, നിങ്ങൾ പണ്ടോട്ടെ പഠിക്കുന്ന LIC അല്ലേ? ഇതും കൂടെ നോക്കുക ഉദ്യോഗാർത്ഥികളെ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രസ്താവിച്ച കേസ് അല്ലെ? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് ഒരിക്കൽ കൂടി സുപ്രീം കോടതി അസന്നിഗ്ധമായി കൺക്ലൂസീവായി പ്രഖ്യാപിച്ച കേസാണ് ഏത് കേസ്? യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995. ഓർത്തിരിക്കണം, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC 1995 ആണ് ആ കേസ്. ഒന്നുകൂടി ഊട്ടിപ്പറഞ്ഞു. 2, ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 1986. ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 985. എന്താണ് ഇതിൽ പറയുക? ഉപയോഗശൂന്യമായിട്ടുള്ള വാചോടോപത്തിന്റെ ശേഖരമല്ല ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ആദം പ്രകാശ് കേസ്. മറന്നു പോരുത് അല്ലെ? റൂത്ത്ലെസ് ആയ ഉപയോഗശൂന്യമായിട്ടുള്ള വാചോടോപത്തിന്റെ ശേഖരമല്ല ആമുഖമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ്, മറന്നു പോരുത്, ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, വർഷം 1986, 986. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ പ്രിയ ഉദ്യോഗാർത്ഥികളെ? ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുമായി ബന്ധപ്പെട്ട 4 കേസുകൾ ഒന്നുകൂടെ പറയട്ടെ. ഒന്നാമത്തെ കേസിന്റെ പേര് പറഞ്ഞേ, അത് ബേറുബാരി കേസ് 960. 2, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് 1973. അതുപോലെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC 1995. അതുപോലെ ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 1986. 4 കേസുകൾ ആമുഖവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ 42ാം ഭേദഗതി പ്രസിഡന്റ് ബക്രുദ്ദീൻ അലി അഹമ്മദ് ആണെന്ന് അറിയാം. ഈ സമയത്ത് നമുക്കറിയാം അടിയന്തരാവസ്ഥ കഴിഞ്ഞത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ കാലം ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി. 2000 ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടന ആമുഖത്തെ പുനഃപരിശോധിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കിടാചലയ്യ. 2000 അല്ലെ, ഇൻ ദ ഇയർ 2000
ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആരെന്നറിയപ്പെടുന്നത്? എം.എൻ. വെങ്കടാചെല്ലയ്യാണ്. എം.എൻ. വെങ്കടാചെല്ലയ്യ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭരണഘടനയുടെ ബൃഹത്തായ ആശയങ്ങളുടെ സാരാംശം ആമുഖം. ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെ? വാല്യൂസ്. ഇന്ത്യൻ ഭരണഘടനയുടെ വാല്യൂസും ഐഡിയോളജീസും ഐഡിയാസും എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ത്? ആമുഖം. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണ്. സോവർണിറ്റി വെസ്റ്റഡ് വിത്ത്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ? സുപ്രീം കോടതി, പാർലമെന്റ്, ക്യാബിനറ്റ്, ജനങ്ങൾ. എന്തെഴുതും നിങ്ങൾ? ജനങ്ങൾ എന്നിവിടെ പറയുന്നു, ആമുഖത്തിൽ പറയുന്നു. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ട് പറയാം. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഭരണഘടന ഉറപ്പു നൽകുന്ന കുറെ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാ? സമത്വം, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം. ഓർമ്മയില്ലേ? ഈ നീതിയാണെങ്കിൽ നമുക്കറിയാം 3 തരം നീതികൾ. ഏതൊക്കെയാ? സാമൂഹ്യ നീതി, പിന്നെ സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ജസ്റ്റിസ് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഒരുപാട് നമ്മൾ ചോദിച്ചതാണ്. സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുമ്പിൽ തുല്യരായിരിക്കണം, അല്ലെ? എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ എന്നതൊക്കെയാണ് സമത്വം എന്ന വാക്കിന്റെ അർത്ഥം. സമൂഹത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുക, ഇതെല്ലാമാണ് സമത്വം എന്ന വാക്കുകൊണ്ട്. അപ്പൊ സമത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെ ബാധകമാകണം, ഒരേ നിയമ പരിരക്ഷ കിട്ടണം, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം അനുഭവപ്പെടണം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുക, മതിയായ ഓപ്പർച്യൂണിറ്റി നൽകുക. ഇതൊക്കെയാണ് സമത്വം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സാഹോദര്യം എന്ന വാക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു സാഹോദര്യം എന്ന വാക്ക് ആരാ മുന്നോട്ട് വെച്ചത്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. എല്ലാ പൗരന്മാർക്കും ഇടയിൽ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക, മൗലികാവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉറപ്പു നൽകുന്നവയാണ്. സാഹോദര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയുക? ഫെറ്റേണിറ്റി. B.R. അംബേദ്കർ മുന്നോട്ട് ആശയമാണ് എല്ലാ പൗരന്മാർക്കും ഇടയിൽ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക, മൗലികാവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉറപ്പു നൽകുന്നവയാണ്. ആമുഖത്തിലെ സാഹോദര്യം നമുക്ക് നിർദ്ദേശിച്ചത് ആരാണെന്ന് പറഞ്ഞു? B.R. അംബേദ്കർ ആണ്. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു എന്ന കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി പരമാധികാരം, സോവർണിറ്റി എന്ന വാക്ക്. സോവർണിറ്റി എന്താണ്? സോവറിൻ അഥവാ സോവർണിറ്റി ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള രാജ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം, അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ വൈദേശികമായ കാര്യങ്ങളിൽ നോക്കുക, ആഭ്യന്തരമാണെങ്കിലും വൈദേശികമാണെങ്കിലും തീരുമാനമെടുക്കാൻ അധികാരം ആർക്ക് തന്നെ? നമുക്കാണ്. അതിനെയാണെന്ന് വിളിക്കേണ്ടത് പരമാധികാരം, സോവറിൻ പവർ, സോവർണിറ്റി എന്നൊക്കെ പറയും. ശരിയല്ലേ? ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താനും ഇന്ത്യക്ക് അധികാരമുണ്ടെന്നാണ് ഇതിനർത്ഥം. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ഇന്ത്യയുടെ ഘടകം ഏതാണ്? പറയൂ. ഗവൺമെന്റിന്റെ ഘടകം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യൻ ജനാധിപത്യ ഭരണക്രമം അനുസരിച്ച് നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ്, പറയൂ എന്താണ്? പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണെന്ത്? പാർലമെന്റ് എന്നും നമുക്കറിയാം, അല്ലെ? ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. മറ്റൊരു രാജ്യത്തിന്റെയും ആശ്രയത്വവും ആധിപത്യവും ഇന്ത്യയിലില്ല തുടങ്ങിയ ആശയങ്ങളാണ് ഏത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക? പരമാധികാരം. കണ്ടോ? അപ്പൊ പരമാധികാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ സമ്പൂർണ്ണ അധികാരം. മറ്റൊരു വിദേശശക്തിയുടെയോ രാജ്യത്തിന്റെയോ ഓർഗനൈസേഷന്റെ ആരുടെ നിയന്ത്രണം ഇന്ത്യയുടെ മേൽ ഉണ്ടായിരിക്കാൻ പാടില്ല. മാത്രമല്ല ഏത് വിഷയത്തെ സംബന്ധിച്ചും നിയമങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള അധികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക? സോവറൻ അഥവാ സോവർണിറ്റി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക, അല്ലേ? 947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനി ആയിരുന്ന കാര്യം നമുക്കറിയാം. ജനുവരി 26 മുതൽ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറി. ചോദിക്കുക, ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് എന്ന് മുതൽ ചോദിച്ചാൽ 950 ജനുവരി 26. 950 ജനുവരി 26. നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഡേറ്റ്. ഒന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് ആര് ചോദിച്ചാൽ 1947 ഏത് മാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 20. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്?
ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് 47 ഫെബ്രുവരി 20 ക്ലമന്റ് ആറ്റ്ലി ആണ്, മറന്നുപോകരുത്. ഇതിനെ എന്താ പറയുക, ധീരമായ കാൽവെപ്പ്, ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്നിങ്ങനെ വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആറ്റ്ലിയുടെ വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രഖ്യാപനം ഉണ്ടായി, പിന്നീട് മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് എന്ന് മുതൽ ചോദിച്ചിട്ടുണ്ട്. എന്ന് മുതലാണ്? 950 ജനുവരി 26 മുതൽ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് എന്ന് മുതൽ 950 ജനുവരി 26 മുതൽ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പരമാധികാരം എന്ന വാക്കിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യക്കൊരു വിദേശ പ്രദേശം അക്വയർ ചെയ്യാനോ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് അനുകൂലമായ പ്രദേശത്തെ വിട്ടുകൊടുക്കാനോ ഒക്കെ തന്നെ കഴിയും അല്ലെ? ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് അല്ലെ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ടെറിട്ടറികളെ കൂട്ടിച്ചേർക്കാനോ വിട്ടുകൊടുക്കാനോ ഒക്കെ തന്നെ കഴിയും ഒരു പരമാധികാരം. അതുപോലെ UNO, നമുക്ക് ഐക്യരാഷ്ട്രസഭ, കോമൺവെൽത്ത് ഓഫ് നേഷൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളെ ഇന്ത്യയുടെ അംഗത്വം ഒരു തരത്തിലും അതിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇതെല്ലാം പരമാധികാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇന്ത്യ UNO അംഗമാണോ? അംഗമാണ്. കോമൺവെൽത്ത് അംഗമാണ്, സാർക്കിൽ അംഗമാണ്, പലയിടത്തും ഇന്ത്യ അംഗമാണ്, ബ്രിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര സംഘടനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുരാഷ്ട്ര സംഘടനകളിൽ അംഗമാണെന്ന് കരുതി ഒരു തരത്തിലും ഇന്ത്യയുടെ പരമാധികാരത്തെ അത് സ്വാധീനിക്കാൻ പാടില്ല, സ്വാധീനിക്കുന്നില്ല, അതിൽ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. ഇതാണ് സോവറിനിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി സോഷ്യലിസം എന്ന വാക്ക് നമുക്കറിയാമല്ലോ. സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തതാണ്. സോഷ്യലിസം നമുക്കറിയാം, ഇന്ത്യയിൽ 42ാം ഭേദഗതി വഴിയാണ് കൂട്ടിച്ചേർത്തത്. നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക. എല്ലാത്തരം അസമത്വങ്ങൾ ഇല്ലാതാക്കുക. വരുമാനത്തിലും അതുപോലെ തന്നെ നിലവാരത്തിലും അതുപോലെ ജീവിത നിലവാരത്തിലും ഒക്കെ ഉള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ഇന്ത്യയിൽ നിലവിലുള്ളത് ജനാധിപത്യ സോഷ്യലിസമാണ് എന്ന കാര്യം ഓർക്കണം. ഇന്ത്യയിൽ ഏതുതരം സോഷ്യലിസമാണ്? ജനാധിപത്യ സോഷ്യലിസമാണ്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല ഉള്ളത് അല്ലെ? സ്റ്റേറ്റ് സോഷ്യലിസം എന്നും അറിയപ്പെടുന്ന ഒന്നാണ് ഏത്? കമ്മ്യൂണിസ്റ്റ്. അപ്പൊ ഇന്ത്യയിലുള്ള എന്തുതരമാണ്? ജനാധിപത്യ സോഷ്യലിസമാണ് ഇന്ത്യയിലുള്ളത്. എന്താണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ? സ്ഥിതി സമത്വവാദം എന്നാണ്. സ്ഥിതി സമത്വവാദമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സമൂഹത്തിലെ എന്താ പറയുക, കൃത്യമായിട്ട് പറഞ്ഞാൽ ഉൽപാദന ഉപാധികളെല്ലാം ഗവൺമെന്റ് ഉടമസ്ഥതയിലായിരിക്കുകയും, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പിന്നെ ജനക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയപ്പെട്ട സോഷ്യലിസ്റ്റ്. കൃത്യമായി പറഞ്ഞാൽ വരുമാനത്തിലും പിന്നെ നിലവാരത്തിലും അതുപോലെ ജീവിത നിലവാരത്തിലും എല്ലാമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുകയാണ് സോഷ്യലിസം എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതു സ്വകാര്യ മേഖലകൾ നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ജനാധിപത്യ സോഷ്യലിസം വിശ്വാസയോഗ്യമായ ഒന്നാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോകത്ത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉണ്ട്, മുതലാളി സമ്പദ് വ്യവസ്ഥയുണ്ട് ഇല്ലേ? സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇന്ത്യ ഏതാ സ്വീകരിച്ചത്? സോഷ്യലിസ്റ്റ് ആണോ മുതലാളിത്തമാണോ? ഇന്ത്യ രണ്ടിന്റെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം, മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു. അങ്ങനെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ആശയമാണ് എന്ത്? ജനാധിപത്യ സോഷ്യലിസം. കണ്ടോ? ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം. അപ്പോ സോഷ്യലിസം എന്ന ആശയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. ഇനി മതേതരത്വം, സെക്കുലാർ അല്ലെ? പല രാജ്യങ്ങൾക്ക് ഔദ്യോഗിക മതമുണ്ട്. ഉണ്ടോ ഇല്ലയോ? അമേരിക്കയുടെ ഔദ്യോഗിക മതമാണ് ഏത്? ക്രിസ്ത്യാനിറ്റി. സൗദി അറേബ്യയുടേത് ഇസ്ലാമാണ്. നേപ്പാളിൻ്റെത് ഹിന്ദു മതമാണ്. ആണോ അല്ലയോ? ഇസ്രായേലിൻ്റെത് ജൂതമതം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഒഫീഷ്യൽ മതമല്ല ഉണ്ടോ? ഇല്ല. ഇന്ത്യയുടെ മതപരമായ കാഴ്ചപ്പാട് സെക്കുലർ എന്നാണ്, മതേതരത്വം എന്നാണ് പറയുക. നോക്കുക, ഇന്ത്യൻ ഭരണകൂടത്തിന് സ്വന്തമായി ഒരു മതമില്ല എന്നത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും മതം പ്രകടിപ്പിക്കാനും ആചരിക്കാനും പ്രചരിക്കാനും തുല്യ അവകാശമാണുള്ളത്. ഏതെങ്കിലും മതത്തിന് പ്രാധാന്യം കൂടുതലോ പ്രാധാന്യക്കുറവോ ഇല്ല. അതാണ് മതേതരത്വം. എല്ലാ മതങ്ങൾക്കും തുല്യമായി ബഹുമാനം, എല്ലാ മതങ്ങളും തുല്യമായി പരിഗണിക്കുക, ഒരു മതത്തിനും പ്രാധാന്യമില്ല എന്നിവയാണ്
മതേതരത്വത്തിലുള്ള ലക്ഷ്യം. അപ്പൊ എല്ലാ മതത്തിനെയും ബഹുമാനിക്കുക, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക, ഒരു മതത്തിനും പ്രാധാന്യമില്ല എന്നിവയാണ് മതേതരത്വത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പദവിയും പരിഗണനയും ഉണ്ട്. നമ്മുടെ രാജ്യത്തിലെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പദവിയും പരിഗണനയുമുണ്ട്. തുല്യമായ പദവിയും പരിഗണനയുമാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ ജനാധിപത്യം എന്ന ആശയം ആമുഖത്തിൽ പറയുന്ന ഒന്നാണ് ജനാധിപത്യം, ഡെമോക്രാറ്റിക്. എന്താണ് ജനാധിപത്യം? രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളും ഭരണ സംവിധാനവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിയല്ലേ? അത് മാത്രമല്ല, ഇവർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ്. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ നിർവചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടേതായ ഭരണക്രമമാണ് ജനാധിപത്യം. ആരാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കൺ. നമുക്കറിയാം ഡെമോക്രാറ്റി അല്ലെങ്കിൽ ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ റിപ്പബ്ലിക് എന്ന വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത്. റിപ്പബ്ലിക് അല്ലെ? റിപ്പബ്ലിക് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ഒരു ജനതയെ റിപ്പബ്ലിക്. അതായത് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള എല്ലാ വ്യവസ്ഥയ്ക്കും എന്ത് പറയാം? റിപ്പബ്ലിക് എന്ന് പറയാം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ ആണ് തിരഞ്ഞെടുക്കുക. പറഞ്ഞതാണ് നമ്മൾ. രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം, 5 വർഷത്തിൽ ഒരിക്കൽ എന്നുള്ളത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അപ്പോ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പിന്നീട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ്, അതായത് ഭരണഘടനാപരമായ സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാ ഞാൻ പറഞ്ഞത്? ഒന്ന് സോവറിൻ, പരമാധികാരം. എന്താണ് പരമാധികാരം എന്ന് പറഞ്ഞു? ഓർമ്മയുണ്ടല്ലോ, പരമാധികാരം. പിന്നെയോ സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ്. എന്താണ് സോഷ്യലിസം എന്ന് പറഞ്ഞു. പിന്നെ മതേതരത്വ, സെക്യുലർ. എന്താണ് മതേതരത്വം എന്ന് പറഞ്ഞു. ജനാധിപത്യ, റിപ്പബ്ലിക്. ജനാധിപത്യം പറഞ്ഞു, റിപ്പബ്ലിക്കും ഇപ്പൊ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്? ഏതൊക്കെയാണ്? ഒന്ന് നീതി, സമത്വം, പിന്നെ സ്വാതന്ത്ര്യം, സാഹോദര്യം. പറഞ്ഞ ലക്ഷ്യങ്ങൾ പറഞ്ഞ് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാണ്. സാഹോദര്യം നമ്മൾ പറഞ്ഞു, സമത്വം പറഞ്ഞു, നീതി മറന്നുപോകരുത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തരം ജസ്റ്റിസ്, നീതി. ഏതെല്ലാം തരം നീതികളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. മറന്നുപോകരുത്. സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ പ്രിയാമ്പിളസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പ്രിയാമ്പിൾ എന്ന ആശയം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. പ്രിയാമ്പിളസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാക്കിംഗ് ബിഫോർ, മുൻപേ നടക്കുക എന്നാണെന്ന് മനസ്സിലായി. അപ്പൊ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ 5 AM അല്ലെ, നമ്മുടെ മാസ്റ്റർ പ്രൊജക്ടിന്റെ ഭാഗമായി TELAPSC നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.